ഓം ശാന്തി ടാരോ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജിയാണ്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ പറയട്ടെ, നിങ്ങൾ തമ്മിൽ നല്ല സന്തോഷകരമായൊരു എനർജിയിലായിരുന്നു, നല്ല സന്തോഷകരമായൊരു ജീവിതത്തിലായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ ചില അകലിച്ചകളൊക്കെ വന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ആ വീട്ടിൽ ഉള്ള ഒരു സംഘർഷമാവാം, അല്ലെ മറ്റൊരു ബന്ധത്തിൽ അകപ്പെട്ടു പോയത് കൊണ്ട് വന്ന ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ ചില ചില വാക്കുതർക്കങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം വിശ്വാസമില്ലായ്മ, ഇതൊക്കെ മൂലം ഉണ്ടായ ഒരു വേർപിരിയലാവാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ ആ വ്യക്തി നന്നായിട്ട് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ ആണ്. നിങ്ങൾ തമ്മിൽ ഒത്തിരുന്ന നേരത്ത് ആ വ്യക്തി വളരെ പോസിറ്റീവായിരുന്നു. ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എല്ലാ നീക്കങ്ങൾക്കും സക്സസ് ആയിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഒരു ഡിലേ വന്നിരുന്നതായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട കാര്യം ഇല്ലായിരുന്നു, നിങ്ങളായിരുന്നു അവരുടെ ലോകം തന്നെ. ഇപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ രീതിയിലും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു, നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് വേണ്ട, നിങ്ങളാണ് അവരുടെ ലോകം. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു വിവാഹം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെയും ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി തീർച്ചയായും നിങ്ങളെ ഓർത്ത് നല്ല രീതിയിൽ തന്നെ വിഷമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ ഓർത്ത് അവർ വളരെയധികം ദുഃഖത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹോപ്പുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഹോപ്പുള്ളതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങൾ ഒന്നിക്കുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ആത്മീയ ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്. തീർച്ചയായും അത് നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായും സക്സസ് ആയിട്ട് തന്നെ പോകുമെന്ന് ആണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.